നിങ്ങളോ ജീവിതം ആയിരങ്ങൾ നോക്കി ചോദിക്കട്ടെ ഇയാളുടെ ഒരു ആരം. ആനകൾക്കും കടുവകൾക്കുമൊക്കെ അവരുടെ കുട്ടികൾ അവരെ പോലെ ആവുമ്പോൾ പ്രസന്നതയുണ്ടാവുന്നത് പോലെ നിങ്ങൾ എന്നെ പോലെ ശ്രേഷ്ഠരാകുമ്പോൾ ഞാനും പ്രസന്നനാവുന്നു. എന്റെ സന്തുഷ്ടിയും പ്രസന്നതയും ഒരേ ഒരു കാര്യത്തിലാണ്. ഞാനിതാ ഈ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടും സൂക്ഷ്മരൂപത്തിലും ഏകാന്തതയിലും പ്രസിദ്ധീകരണങ്ങളിലൂടെയും പറയുന്നതും ലോകരെ കൊണ്ട് പറയിപ്പിക്കുന്നതുമായ മഹത്വപൂർണമായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കൂ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, നിങ്ങൾ രത്നങ്ങളായി മാറും, അമൂല്യമായ രത്നങ്ങൾ. ഇതാ ഞാൻ എൻ്റെ ദൃഷ്ടിയിലും എൻ്റെ ഗുരുനാഥന്റെ ദൃഷ്ടിയിലും ലോകരുടെയും പരിജനങ്ങളുടെയും കാഴ്ചപ്പാടിലും അമൂല്യമായ രത്നതുല്യമാണ്. ഇതിൽ കുറഞ്ഞൊന്നും നമുക്ക് സന്തുഷ്ടി നൽകുന്നില്ല, ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾ അമൂല്യമായ രത്നമാവൂ. രത്നവ്യാപാരികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന വില നിർണ്ണയിക്കാനാവാത്ത അമൂല്യമായ രത്നം. എന്റെ സന്തോഷവും ശാന്തിയും അവിടെയാണ്. അതിലാണ് എന്റെ അനുകമ്പയും അനുഗ്രഹവും പ്രേരണയും പ്രാർത്ഥനയും. അതുകൊണ്ട് ഇതെന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ എന്തു തന്നെ മനസ്സിലാക്കിയാലും കൂടുതലായി പ്രയത്നിക്കൂ. മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി, അമൂല്യമായ രത്നങ്ങളാവുന്നതിനായി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യൂ. വ്യാഖ്യാനങ്ങൾക്കായി കാത്തിരിക്കേണ്ട. പ്രവൃത്തികൾക്കും ജോലികൾക്കും എന്ത് വ്യാഖ്യാനം? സിദ്ധാന്തങ്ങളാണ് അടിസ്ഥാനം.